എന്ന് പറയുന്ന നരോദാപാട്യ കൂട്ടക്കൊലക്കും ബലാത്സംഗത്തിനും എല്ലാവിധത്തിലുമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി അതിന് നേതൃത്വം കൊടുത്ത ഭീകരനുണ്ടല്ലോ, അതൊക്കെ തന്നെ റാണാ പ്രതാപന്റെ ഒരു ചരിത്രമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് ഒരു മഹാ ഹൈന്ദവ സാക്ഷാത്കാരത്തിന്റെ അനുഭൂതിയായിട്ട് ഈ നമ്മുടെ കാരവൻ ഒളിക്യാമറക്ക് മുമ്പിലും അതേപോലെ തന്നെ തെഹൽക്ക ഒളിക്യാമറക്ക് മുമ്പിലും തട്ടിവിട്ട വിദ്വാനാണ് ഈ ബജ്രംഗി. ആ ബജ്രംഗിയിലേക്ക് നീടുന്ന ആ ബജ്രംഗി കേരളത്തിലെ പ്രേക്ഷകർക്ക് മുമ്പിൽ, ഇന്ത്യയിലെ സിനിമാ പ്രേക്ഷകർക്ക് മുമ്പിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആ ബജ്രംഗ് വഴി നീളുന്നത് നരേന്ദ്രമോദിയിലേക്കും അമിത്ഷായിലേക്കുമാണ്. ആ ഒരു ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണണം. 23 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കൂട്ടക്കൊല നടന്നു. ഗാന്ധിജിയുടെ നാട്ടിൽ ഒരു വംശഹത്യ നടന്നു. ആ വംശഹത്യയിലെ കുറ്റവാളികൾ രാജ്യാധികാരം ഏറ്റെടുത്തു. അവർ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളെയും തേച്ചുമാച്ചു കളഞ്ഞു. ഫോറൻസിക് റിപ്പോർട്ടുകൾ പോലും തള്ളിക്കളഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഗോത്ര റെയിൽവേ നിയോഗിച്ച കമ്മീഷൻ കൃത്യമായി പഠിച്ച് പരിശോധിച്ച് ഫോറൻസിക് റിപ്പോർട്ട് ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ്? പുറത്തുനിന്നല്ല തീയുണ്ടായത്, അകത്തു നിന്നാണ്. എന്നാൽ ഗോത്രയിലെ മുസ്ലിങ്ങളാണ് തീയിട്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് 27, 28 തീയതികളിൽ അവിടെ ഈ കൂട്ടക്കൊലകളൊക്കെ നടത്തിയത്. സബർമതി എക്സ്പ്രസിലെ കൊല ചെയ്യപ്പെട്ട മരണപ്പെട്ട സന്യാസിമാരുടെ ശവം കൊണ്ടുവച്ച് രാജ്യത്തൊട്ടാകെ ഇതിന് ഉത്തരവാദികളായ മുസ്ലിങ്ങൾക്കെതിരായിട്ട് കലാപമുണ്ടാക്കണം, ഇതിന് പകരം ചോദിക്കണമെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇതൊക്കെ തന്നെ ചരിത്രത്തിന്റെ രേഖകളായി സമകാലീന ജീവിതത്തിൽ